ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഡെയിലി രാത്രി നമ്മളെ എക്സ്പെൻസ് ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എഴുതുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഡെയിലി നമ്മളെ വരുമാനം ചെലവും വരുമാനവും മാസത്തില് ശമ്പളക്കാരാണെങ്കിൽ 1-ാം തീയതി ഇത്ര ശമ്പളം കിട്ടുന്ന വെച്ചാൽ അത് എഴുതുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ഇത്ര മാസം, ഒരു മാസം മിനിമം ഞാൻ ജീവിക്കണമെങ്കിൽ എനിക്ക് ഇത്ര ചെലവുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചെലവുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് ഒരു ചെലവ് കിട്ടി. അപ്പൊ ആ ചെലവിന്റെ ഒരു 6 മാസത്തെ ചെലവ് എപ്പോഴും നിങ്ങളെ കയ്യിൽ ഒരു എമർജൻസി ഫണ്ടായിട്ട് ഇരിക്കണം. അതായത് ഇൻ കേസ് എന്തെങ്കിലും ഒരു നമ്മളിപ്പം 2020 അനുഭവിച്ചാണ് കോവിഡ്, വെള്ളപ്പൊക്കം, പല പ്രശ്നങ്ങളും വരും. അങ്ങനെ വരുമ്പോൾ ഒരു എമർജൻസിക്ക് നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ്. നിർബന്ധമായിട്ട് നിങ്ങളോ നിങ്ങളെ ആശ്രയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഭാര്യ അല്ലെങ്കിൽ കുട്ടികള്, മാതാപിതാക്കള്, അവരെ എല്ലാവരും ഉൾക്കൊള്ളിച്ചും കൊണ്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ്. അത് പ്രൈവറ്റ് ചെയ്യാൻ, അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് പ്രൈവറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം സെൻട്രൽ ഗവൺമെന്റിന്റെ അബ ഉണ്ട്, പിന്നെ കാരുണ്യ ഉണ്ട്. അപ്പോൾ 4-5 ലക്ഷം റുപ്യ അതിന്റെ ബെനിഫിറ്റ് കിട്ടും. നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ സേവ് ചെയ്ത പൈസ അങ്ങനെ തന്നെ ഒലിച്ചു പോകും. വീണ്ടും മെനക്കെടണം. അത് ഈ രണ്ടെണ്ണം എമർജൻസി ആയിട്ട് ചെയ്യാതെ ഒരാളെ സേവിങ്ങിന് പോയിട്ട് ഒരു ഫലമില്ല. ആദ്യം ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക, അതിന്റെ കൂടെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാക്കുക, പറ്റുമെങ്കിൽ ഒരു ടേം ഇൻഷുറൻസ് വാങ്ങിക്കാം. ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് അല്ല. ടേം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഓരോ കൊല്ലം നമ്മൾ വണ്ടിക്ക് പ്രീമിയം അടക്കണമായിട്ടാണ്. ആ പ്രീമിയം അതോടുകൂടി പോകും, പിന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷെ നിങ്ങൾ റിസ്ക് കവർ ചെയ്തിട്ടുണ്ടാവും. ആ വർഷത്തെ നിങ്ങൾക്ക് വല്ല റിസ്ക് ഉണ്ടെങ്കിൽ അത് കവർ ചെയ്തു. അപ്പൊ നമ്മളെ സേവിങ്ങിനെ ഒരിക്കലും ബാധിക്കില്ല. ടേം ഇൻഷുറൻസ് സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യല് അവരവർക്കുള്ള കടം. അപ്പൊ ഞാനിപ്പോ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നാളെ എൻ്റെ കുടുംബത്തിന് അതൊരു ബാധ്യതയാവില്ല. ടേം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കടം കംപ്ലീറ്റ് ഇൻഷുർ ചെയ്തിട്ടുണ്ടാവും. അപ്പം പിറ്റേന്ന് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കറക്റ്റ് എമൗണ്ടിനുള്ള ചെക്ക് കിട്ടും. എൻ്റെ കടം വിട്ട കുടുംബക്കാർക്ക് എൻ്റെ സേവിങ്ങില് അവർക്ക് അനുഭവിക്കുകയും ചെയ്യാം. ഈ 3 കാര്യങ്ങൾ, അതിൽ ആദ്യത്തെ 2 കാര്യം നിർബന്ധമാണ്, 3-ാമത്തെ കാര്യം ഓപ്ഷണലാണ്, ചെയ്താൽ നല്ലത്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ഇൻവെസ്റ്റ്മെന്റിലേക്കും പോകാൻ പാടുള്ളൂ. പിന്നെ നമുക്കൊക്കെ ഒരു സാധാരണ ഉള്ള ഒരു ശീലം എന്താ വെച്ചാല്, നമുക്ക് കിട്ടുന്ന വരുമാനം കംപ്ലീറ്റ് ചെലവാക്കി വല്ലതും മിച്ചുണ്ടെങ്കിൽ അത് സമ്പാദിക്കുക. അത് ആ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ മാറണം. നമുക്ക് എത്ര കിട്ടുന്നത് അതിന്റെ ഒരു പെർസെൻറ്റേജ് ആദ്യം തന്നെ മാറ്റി വെക്കാം സേവിങ്ങില്. ബാക്കി പൈസ നിങ്ങൾ ചെലവാക്കാൻ പാടില്ല. അപ്പൊ അതിപ്പോ ഒരു 20 to 30 ഇയേഴ്സ് ഏജുള്ള ആൾക്കാർ, ചെറുപ്പക്കാരാണെങ്കിൽ ഞാൻ പറയും ഒരു 40% മിനിമം മാറ്റി വെക്കണം. 40% അത് കാറ്റഗറൈസ് ചെയ്യണം. 25% സേവിങ്. കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം സർ. 40% മാറ്റി വെച്ചാല് അതിലൊരു 25% നിങ്ങള് സേവിങ്ങിലേക്ക് വെക്കുക. 10% നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ. നിങ്ങളിപ്പോ എന്താണ് ചെയ്യുന്ന ജോലി, അത് ഏതെല്ലാം നിലയ്ക്ക് എക്സ്ട്രാ ഡിഗ്രി എടുക്കണമെങ്കിൽ അത്, അല്ലെങ്കിൽ എക്സ്ട്രാ എന്താ നിങ്ങളെ പേഴ്സണലായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ. അങ്ങനെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്താലേ നിങ്ങളെ ഇൻകം വർദ്ധിക്കാൻ ഭാവിയിലേക്ക് ചാൻസ് ഉണ്ട്. നിങ്ങൾ കാലാകാലം ഡ്രൈവറായി തന്നെ നിന്നാൽ പോരല്ലോ. ഡ്രൈവറിൽ നിന്ന് അതിന്റെ മേലോട്ടേക്കുള്ള വേറെ എന്തിലേക്കും പോകണം. അപ്പൊ അതിനുള്ളതായ സംഭവങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പൊ ആ 20 to 30 നിങ്ങൾക്ക് ആ 10% നിങ്ങളെ മേലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു 5% ഞാൻ എപ്പോഴും ചാരിറ്റിക്ക് മാറ്റി വെക്കണം. കാരണം യൂണിവേഴ്സിറ്റിയില് കിട്ടിയ സൗകര്യം കൊണ്ടാണല്ലോ നമ്മളൊക്കെ ജീവിച്ചു പോണത്. അപ്പം അത് യൂണിവേഴ്സിറ്റിയിലേക്ക് 5% തിരിച്ചു കൊടുക്കണം. ഈ 30 to 40
ഇയേഴ്സ് ആണെങ്കിൽ അവർ 35% ആണ് ഇതിന്റെ കണക്ക്. 35% 25% സേവിങ്, 10% ഇതേമാതിരി അപ്ഡേറ്റ് ചെയ്യാൻ, 5% ചാരിറ്റി. പിന്നെ അങ്ങോട്ടേക്ക് ജസ്റ്റ് 30% 42 നിങ്ങളുടെ റിട്ടയർമെന്റ് വരെ. അതിൽ 25% സേവ് ചെയ്യുക, 5%. ഇങ്ങനെ ശരിക്കും സിസ്റ്റമാറ്റിക് ആയി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 55 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പാസീവ് ഇൻകം കിട്ടും. അതായത് നിങ്ങൾ സമ്പാദിച്ച പണം നിങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കും. അതിലാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആരോഗ്യ ആക്റ്റീവായിട്ട് നിങ്ങൾ രാവിലെ മുന്നിട്ട് പോകേണ്ട ആവശ്യമില്ല. ഓഫീസിലോ മറ്റൊടുത്ത് പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പണിയെടുക്കുക. റിട്ടയർമെന്റ് മീൻസ് നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ പാസീവ് ഇൻകം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആണ്. ഫൈനാൻഷ്യലി നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇതാണ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് നേടാനുള്ള ഒരു വഴി. നമ്മള് ഹെൽത്ത് വൈസും മെന്റൽ വൈസും ഒക്കെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആകണം, ഫ്രീഡം കിട്ടണം എന്ന നിലക്കാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അപ്പൊ ആ നിലക്ക് അത് കൂട്ടുമ്പോൾ നിങ്ങൾ ഫൈനാൻഷ്യലായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടില്ലെങ്കിൽ ഭാവിയിലേക്ക് ബാക്കി എന്ത് കിട്ടിയിട്ടും ഫലമില്ല. അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് സ്ട്രെസ് ആയിരിക്കും. കാരണം ഒരു എക്സ്പെൻസ് മുന്നിലുണ്ടാവും, അത് മീറ്റ് ചെയ്യാനുള്ള ഇൻകം ഉണ്ടാവില്ല. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും റെഡിയായി വെച്ച് കഴിഞ്ഞാല് അതിപ്പോ ഒരു 10,000 രൂപ ശമ്പളം കിട്ടുന്ന ആക്കും ചെയ്യാം, ഒരു 1,00,000 കിട്ടുന്ന ആക്കും ചെയ്യാം. പക്ഷെ ഞാനിപ്പം നിൽക്കുന്നത് ഒരു ചാരിറ്റി സ്ഥാപനമാണ്. അവിടെ 10-40 സ്റ്റാഫ് ഉണ്ട്. പക്ഷെ അത് ഏത് കാറ്റഗറി സ്റ്റാഫിനോട് ഞാൻ എപ്പോഴും ഫൈനാൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ശമ്പളം 25-25 തീയതി ആകുമ്പോഴേക്ക് എക്സോസ്റ്റ് ആകുക. പിന്നെ ഇവര് കടം വാങ്ങുക. അപ്പൊ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് അടുത്ത മാസത്തെ ശമ്പളം. അത് ഈ മാനേജ്മെന്റിന്റെ കുഴപ്പമാണ്. നമ്മൾ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മളല്ലേ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതേമാതിരി തന്നെ ഫൈനാൻസിൽ നമ്മൾ ഡിസിപ്ലിൻ പാലിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ബോഡിക്ക് എക്സസൈസ് കൊടുക്കുന്നില്ല ഫിസിക്കലി, എന്തുകൊണ്ടാ നമ്മളെ ബോഡി ഫിറ്റ് ആയിരിക്കുകയാണ്. അതേമാതിരി തന്നെ പൈസനെ നമുക്ക് ഒരു ഡിസിപ്ലിനിൽ മാനേജ് ചെയ്യുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ വക കാര്യങ്ങൾ ബേസിക് ആയിട്ട് ചെയ്യണം. ഇൻഷുർ കാരണം നമ്മൾ എല്ലാവരും പറയും ഇൻഷുർ ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ ആ കൊല്ലത്തെ പൈസ പോയില്ലേ. ശരിക്കും നമ്മൾ ഇൻഡയറക്ട്ലി വേറൊരാൾ കൂടി ഹെൽപ്പ് ചെയ്യാണ്. നമുക്കത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇൻഷുർ എടുക്കുമ്പോൾ തന്നെ നമ്മള് മനസ്സിൽ നിയത്ത് ചെയ്യല് ഇതിന്റെ അനുഭവം കിട്ടരുതെന്ന്. അപ്പൊ ആ നിലക്ക് ഇൻഷുർ എടുത്തു കഴിഞ്ഞാൽ നമ്മള് റിസ്ക് കവർ ചെയ്ത്. ഇനി ഞാൻ പറഞ്ഞ സബ്ജക്റ്റിലേക്ക് വരാം. വാട്ട് ഈസ് മ്യൂച്വൽ ഫണ്ട്? ഇത് കഴിയാതെ മ്യൂച്വൽ ഫണ്ടിലോ വേറെന്തെങ്കിലും സമ്പാദിച്ചിട്ടൊന്നും ഒരു ഫലമില്ല. കാരണം ഒരു ക്രൈസിസ് വരുമ്പം നമ്മളെ നമ്മളെ സേവിങ്സ് ആണ് ആദ്യം ഉപയോഗിക്കുക. അപ്പൊ സേവിങ്സ് ഉണ്ടാവില്ല. അപ്പൊ ഈ റിസ്ക് ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസ്കുകൾ ഉണ്ടാകാതിരിക്കട്ടെ, അത് വേറെ വിഷയം. പക്ഷെ അതിനെ ഒന്ന് കവർ ചെയ്ത് വെച്ചാല് നമുക്ക് നമ്മളെ സേവിങ്സിനെ ഒരിക്കലും ബുദ്ധിമുട്ടാവില്ല. മ്യൂച്വൽ ഫണ്ട് ആണ് എന്റെ ഇന്നത്തെ സബ്ജക്റ്റ്. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് കാരണം ഷെയർ ഇക്വിറ്റി ബേസ്ഡ് ആണ്. അതായത് കമ്പനി ഷെയർസ് എടുത്തിട്ട് അത് ഫണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻസ് അതിന്റെ മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിന്, യൂണിറ്റ് ഹോൾഡേഴ്സിന് അതിന്റെ ഈക്വലന്റ് അവരെ പ്രൊപ്പോർഷനേറ്റ് ഇൻവെസ്റ്റ്മെന്റിനനുസരിച്ച് റിട്ടേൺ കൊടുക്കുക. ഇന്ത്യയിൽ ഈ മ്യൂച്വൽ ഫണ്ട് 1963 സ്റ്റാർട്ട് ചെയ്തത്. മ്യൂച്വൽ ഫണ്ട് അതായത് ഫണ്ട് ഹൗസുകളാണ് നടത്തുക. ഇവരെ ഈ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അവരാണ് ഇവരെ മാനേജ് ചെയ്യുന്നത്. അതായത് ബാങ്കിന് എങ്ങനെ റിസർവ് ബാങ്ക്, അതുപോലെയാണ് ഷെയർ മാർക്കറ്റിൽ സെബിയാണ് കൺട്രോൾ ചെയ്യുക. സെബി കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു ഇറഗുലാരിറ്റീസ് വല്ലതും കണ്ടിട്ടാണെങ്കിൽ ഉടനെ സസ്പെൻഡ് ചെയ്യും. അപ്പൊ ഇത് വലിയ സ്ഥാപനത്തിനെ സസ്പെൻഡ് ചെയ്യാന്നാണ് അതിന്റെ. അപ്പൊ അത് വളരെ കൃത്യമായിട്ടാണ് അവർ കൊണ്ടു നടക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഈ തേക്ക് മാഞ്ചിയം ഒട്ടകം പോലെയുള്ള ഒരു ഏർപ്പാടല്ല. അത് ലാഭം കുറയും, മറ്റേ ലാഭം കൂടും, പക്ഷെ പൈസ ഒന്നായിട്ട് പോകും. പക്ഷെ എന്താണെന്നറിയില്ല, മലയാളികൾ അതിലാണ് അധികം പോകുന്നത്. ഇപ്പം കഴിഞ്ഞ മാസം റിച്ച് മണി അങ്ങനെ ഒരു ഗ്രൂപ്പ്, യു വോണ്ട് ബിലീവ്, more than 6,000 crores ആണ് അവർ വെട്ടിച്ചത്. അപ്പോ അതിൽ നിന്ന് കാരണം അതിനൊന്നും ഒരു റെഗുലേറ്ററി ബോഡി ഇല്ല അവരൊന്നും നിയന്ത്രിക്കാൻ.
ഇതിന് റെഗുലേറ്ററി ബോർഡ് ഉണ്ട്. എന്തെങ്കിലും റോങ് കാണിച്ചു കഴിഞ്ഞെങ്കിൽ കഴിക്കാൻ പറ്റില്ല, അവരെപ്പം അതിന് തടയിടും. സാധാരണക്കാരന് ഇപ്പം ഈ ഇക്വിറ്റി ഷെയറിലൊക്കെ പങ്കെടുക്കാൻ വലിയ വിഷമമാണ്. പ്രയാസം ഒന്നുമില്ല, നമ്മളത് പഠിക്കണം. നമ്മൾ ഒരു കമ്പനീന്റെ ബാലൻസ് ഷീറ്റ്, അതിന്റെ ഫണ്ടമെന്റൽസ്, അതിന്റെ ടെക്നിക്കലി, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, മാനേജ്മെന്റ്, അതിന്റെ പ്രോഡക്റ്റ്, ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ സ്ഥിരമായിട്ടുള്ള ജോലിക്ക് തടസ്സം നേരിടും. അപ്പൊ അതിന് പകരം നമ്മൾ ഇതൊക്കെ പഠിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെ ഫണ്ട് കൊടുക്കുക. അപ്പൊ അവരത് ചെയ്തോളൂ. അതിന് അവരുടേതായ ഒരു എക്സ്പെൻസ് എടുത്തിട്ട് ബാക്കി റിട്ടേൺ ആയിട്ട് നമുക്ക് തരും. ഇതാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു പോളിസി. അതായത് നമ്മളിപ്പോ ഒരു കേക്ക് വാങ്ങുമ്പോൾ, ഒരു സപ്പോസ് ഒരു 600 റുപ്യന്റെ കേക്കാണ് വാങ്ങണമെങ്കിൽ, ഒരാൾ 300 മുടക്കി, ഒരാൾ 200 മുടക്കി, ഒരാൾ 100 മുടക്കി. അപ്പൊ അതിനനുസരിച്ച് പ്രൊപ്പോർഷണേറ്റ് പീസ് ഓഫ് കേക്ക് ഓരോരുത്തർക്ക് കൊടുക്കുന്ന പറഞ്ഞ മാതിരിയാണ്. ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഓരോ ഫണ്ട് ഹൗസും ചുരുങ്ങിയത് 3000-5000 കോടികളാണ് കൈകാര്യം ചെയ്യുക. അപ്പൊ അത് വളരെ പ്രൊഫഷണലി മാനേജ്ഡ് പീപ്പിൾസ്, പ്രൊഫഷണൽ ആയിട്ട് വളരെ ക്വാളിഫൈഡ് ആയിരിക്കും അവർക്ക്. കാരണം അവർക്ക് ഈ ഫണ്ടിന്റെ റിസൾട്ട്, നമ്മളിപ്പോ ഒരു മ്യൂച്വൽ ഫണ്ട് ചേരുമ്പോൾ എപ്പോഴും അതിനെ ചെക്ക് ചെയ്യല അതിന്റെ പാസ്റ്റ് റെക്കോർഡ്സ് ആണ്. ഫ്യൂച്ചർ നമുക്ക് പറയാൻ പറ്റില്ല. പാസ്റ്റില് കഴിഞ്ഞ 5 കൊല്ലം ഇതെങ്ങനെ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്, അതിൽ 10 കൊല്ലം ഇതിന്റെ പെർഫോമൻസ് എന്താണ്. അപ്പൊ ഈ പെർഫോമൻസ് നന്നാക്കാൻ വേണ്ടി ഈ ഫണ്ട് ഹൗസ് മാനേജേഴ്സ് വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താലേ അവർക്ക് ഫണ്ടിലേക്ക് ആളെ കിട്ടുള്ളൂ. അപ്പം നല്ല ക്വാളിഫൈഡ് ഇതിന് ലൈസൻസ് കിട്ടണമെങ്കിൽ മിനിമം 5 ഫൈനാൻഷ്യൽ എക്സ്പീരിയൻസ് വേണം. ഇന്റഗ്രിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് സെബി ലൈസൻസ് കൊടുക്കുക. അവരൊരു 10-20 കമ്പനിയിൽ ഈ 2000 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനീന്റെ വളർച്ച അല്ലെങ്കിൽ തളർച്ച, അത് രണ്ടും ഈ മ്യൂച്വൽ ഫണ്ടിനെ ബാധിക്കും. അപ്പൊ അവര് നല്ല സ്റ്റഡി ചെയ്തിട്ടാണ് ഓരോ കമ്പനി ചൂസ് ചെയ്യാം. അതിന്റെ ബെനിഫിറ്റ് ഇവർക്ക് കിട്ടും. ഇപ്പൊ ഇതിൽ മെയിനായിട്ട് ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്നാ പറഞ്ഞത് പവർ ഓഫ് കോമ്പൗണ്ടിങ്. അതായത് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും, ഒരു ചെസ് ബോർഡിൽ രാജാവിനോട് പറയുമല്ലോ, എനിക്ക് എന്താ കിട്ടേണ്ടത് ചിലപ്പം ജയിച്ചപ്പോൾ എതിർ പാർട്ടി പറഞ്ഞു ആദ്യത്തെ കല്ലിൽ 1 മണി, പിന്നത്തെ കല്ലിൽ 2 മണി അരി ധാന്യം കൊടുക്കാൻ. രാജാവ് വെരി സിമ്പിൾ ആയിട്ടാണ് കണ്ടത്. അത് സുഖം. പക്ഷെ പകുതി ചെസ് ബോർഡിന്റെ പകുതി എത്തിയപ്പോൾ രാജാവിന്റെ ഗോഡൌൺ വരെ കലിയായി. അതാണ് ഈ കോമ്പൗണ്ടിങ്ങിന്റെ ഒരു ഇഫക്റ്റ്. ഒരു ചുരുങ്ങിയത് ഒരു 18% കൺസിസ്റ്റന്റ് ആയിട്ട്, ഒരു 15 to 18% കൺസിസ്റ്റന്റ് ആയിട്ട് റിട്ടേൺ കൊടുക്കുന്ന ഒരു ഫണ്ടിൽ നിങ്ങൾ 1 ലക്ഷം റുപ്യ ഇടുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 20 കൊല്ലം കൺസിസ്റ്റന്റ്, 20 കൊല്ലം എന്ന് പറഞ്ഞാൽ 240 മാസം നിങ്ങൾ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയത് അത് 32 ലക്ഷമായിട്ട് മാറും. ഇപ്പൊ 1 ലക്ഷം, ഇപ്പൊ 1 ലക്ഷം ലംസമായിട്ട് 1 ലക്ഷം ഇടുകയാണെങ്കിൽ ഇപ്പൊ 1 ലക്ഷം ഇട്ട് കൺസിസ്റ്റന്റ് പ്രശ്നമില്ല. 1 ലക്ഷം ലംസം ആണെങ്കിൽ 1 ലക്ഷം, മറ്റേ 1000 റുപ്യ വീതം ഇടുകയാണെങ്കിൽ അത് ഇങ്ങനെ ഓരോ ബ്രാക്കറ്റ് ഉണ്ട്. 1000 ഇങ്ങനെ SIP ആയിട്ട് ചെയ്യാം. മാസം മിനിമം 1000 500ന്റെ ഉണ്ട്. പക്ഷെ 1000ന്റെ മിനിമം ഇടുകയാണെങ്കിൽ അത് നിങ്ങളെ ഇതിലെ ഏറ്റവും സുഖം എന്താ വെച്ചാൽ, ഇത് നമ്മളെ അക്കൗണ്ട് ആയിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസം ആ ഡേറ്റിന് നമ്മളെ അക്കൗണ്ടിന് അത് പൈസ പോയിക്കോളും. ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 1 ലക്ഷം ഇപ്പൊ നിങ്ങള് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതിൽ ഒരു മാറ്റം, 1 ലക്ഷം ഒന്നിച്ചിട്ട് ഇടുകയാണെങ്കിൽ 32 ലക്ഷമായിട്ട് മാറുകയാണ്. ഇപ്പൊ 1 ലക്ഷം ഇട്ടിട്ട് ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ട് അത് 32 ലക്ഷമായിട്ട് തിരിച്ചു കിട്ടും. അത്രയും കോമ്പൗണ്ടിങ്ങിന്റെ എഫക്റ്റ് ഉണ്ട്. പിന്നെ മ്യൂച്വൽ ഫണ്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. പിന്നെ ഒരു പാൻ കാർഡ്. ഡിമാറ്റ് അക്കൗണ്ടിന്റെ ആവശ്യമില്ല. ഡിമാറ്റ് അക്കൗണ്ട് എപ്പോഴും ഇക്വിറ്റി ഷെയർസ് ഡീൽ ചെയ്യുന്നവർക്ക് ആവശ്യം. ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ നിങ്ങളെ സ്വന്തം ആപ്പ് ഇതില് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യാം. ആപ്പ് ഉണ്ട്, ഗ്രോ, സെറോദ, അപ്സ്റ്റോക്സ്. നിങ്ങളെ ബാങ്കായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ്.
ബ്രോക്കർ പിന്നെ അതെല്ലാം നിങ്ങൾക്ക് ബ്രോക്കർമാർക്ക് നേരിട്ട് പോയി ചെയ്യുകയാണെങ്കിൽ ജിയോജിത്ത്, മോട്ടിലാൽ അങ്ങനെ കുറെ കമ്പനി ഉണ്ട്, അങ്ങനെയും ചെയ്യാം. പക്ഷെ എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ എപ്പോഴും ഒരു നോമിനി, അതിപ്പോ നിങ്ങൾ ഭാര്യയാണെന്നും ഭർത്താവിന് ആരാച്ചാൽ നോമിനിയാക്കി വെക്കുന്നത് നന്നാവും. കാരണം ഭാവിയിലേക്ക് അത് ഇൻ കേസ് നിങ്ങൾക്ക് എന്താ സംഭവിക്കുകയാണെങ്കിൽ ആ ഫണ്ട് ക്ലിയർ ആയിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങളെ നോമിനീന്റെ അക്കൗണ്ടിലേക്ക് പോയിക്കോളും. പിന്നെ ഇതിന്റെ പ്രോഫിറ്റിന്റെ കഥ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഫണ്ടിൽ നമ്മൾ ചേർന്ന് 2-3 കൊല്ലം കഴിഞ്ഞ് ഫണ്ട് റിട്ടേൺ വരുമ്പോൾ നമുക്കത് ഒരു 1,00,000 ലാഭം ഉണ്ടെങ്കിൽ ആ 1,00,000 ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയത്ത് 1.5 ലക്ഷം ആണെങ്കിൽ ബാക്കി വരുന്ന 50,000 10% ഇൻകം ടാക്സ് കൊടുക്കും. ഇതാണ് ഇതിന്റെ ഇൻകം ടാക്സ് റേറ്റ്. അത് തന്നെ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ലാഭം എടുക്കുകയാണെങ്കിൽ ആ ലാഭത്തിന്റെ മേലെ ഇപ്പറഞ്ഞ മാതിരി തന്നെ 1.5 ലക്ഷത്തിന്റെ മേലെ 1 ലക്ഷം എക്സംഷൻ ഉണ്ട്, 50,000 15% കൊടുക്കാം. ഇതാണ് അതിന്റെ ടാക്സ് റേറ്റ്. ഇതിനുള്ള ഏറ്റവും വലിയ സുഖം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു കൊല്ലാണ് ഇത് മിക്കവാറും ഒരു ലോക്കിംഗ് പീരീഡ് വരിക. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമുക്കൊരു എമർജൻസി വരികയാണെങ്കിൽ നമുക്ക് എടുത്താൽ 2-ാം ദിവസം നിങ്ങളുടെ അക്കൗണ്ടിൽ 2-മത്തോ അല്ല 3-മത്തെ വർക്കിംഗ് ഡേയിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ തിരിച്ചെത്തും. നേരെ മറിച്ച് നമ്മളൊരു ഭൂമി വാങ്ങിയാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് വിൽക്കാൻ പോകുമ്പോൾ ആളുണ്ടാവില്ല, നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ആള് വില പറഞ്ഞു വരും. ഇതാണ് ഭൂമിന്റെ പൊതുവേ ഉള്ള സിസ്റ്റം. പിന്നെ സ്വർണ്ണാണ്. സ്വർണത്തിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ സ്വർണത്തിനേക്കാൾ റിട്ടേൺ ഇതിലാണെന്നാണ് ഇതുവരെ തെളിയിക്കപ്പെട്ടത്. കാരണം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയത് കുറെ കൊല്ലം മുമ്പാണെങ്കിൽ 78-ലാണ് അവിടെ ഇൻഡെക്സ് വന്നത്. നിങ്ങളൊക്കെ പേപ്പറിലെ കേൾക്കല്ലേ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് കയറി, ഇൻഡെക്സ് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. ഈ സംഭവം തുടങ്ങുന്നത് 78-ലാണ്. അന്ന് 100 പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത ഇൻഡെക്സ് ആണ്. അന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഏകദേശം 93 റുപ്യ, 95 റുപ്യ, 100 റുപ്യ കൂടിക്കൊള്ളി, 100 റുപ്യയില്. ഇപ്പൊ 1 ഗ്രാം സ്വർണം 100 റുപ്യക്ക് അന്ന് വാങ്ങിയാൽ ഇന്ന് കിട്ടല് 5,800 5,800 റുപ്യ, 44 5,800 റുപ്യറ്റുള്ളൂ. അതേ സമയത്ത് ആ ഇൻഡെക്സ് ഫണ്ടിൽ ഇട്ട 100 റുപ്യ ഇന്നലെ BSE ഇൻഡെക്സ് 72,000 ആണ് ക്ലോസ്, 72,000 സംതിങ്. അപ്പോ 720 ഇരട്ടിയാണ് വർദ്ധിച്ച്, മറ്റത് 58 ഇരട്ടിയാണ് സ്വർണം. സെക്കൻഡ്ലി സ്വർണത്തിനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ കോയിനോ മറ്റുള്ള വാങ്ങണോ വലിയ കുഴപ്പമില്ല. മറ്റേത് നിങ്ങളിപ്പോ ഒരു ഭാഗം വാങ്ങുകയാണെങ്കിൽ, ഒരു ആഭരണം വാങ്ങുകയാണെങ്കിൽ ഒരു 4 to 32% ആണ് അവരെ പണി, മേക്കിംഗ് ചാർജ്. 4%ന്റെ ആഭരണം ഒന്നും ആരും ഇടൂല, കാരണം അത്രയും മോഡൽ അങ്ങനെ ആയിരിക്കും. ഇപ്പോഴത്തെ കുട്ടികളുടെ എന്തായാലും 20% മേക്കിംഗ് ചാർജ് വരും. അപ്പൊ നമ്മളത് നാളെ വിൽക്കാൻ പോകുമ്പോ ആദ്യം ആ 20% അത് പോയി. പിന്നെ നമ്മൾ വാങ്ങിയ സ്വർണത്തിന്റെ മേലെ ഒരു 2 to 4% അവര് ഡിഡക്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള പൈസ കിട്ടുക. നേരെ വെച്ച് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് 5 പൈസ പോണില്ല. ഒരു കൊല്ലത്തിന്റെ ഇടയിൽ നിങ്ങൾ തിരിച്ച് ഇതാക്കുകയാണ് മാത്രം 1% എടുക്കുന്നുള്ളൂ സർവീസ് ചാർജ്. പിന്നെ സർവീസ് ചാർജ് എടുക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഈ വരുന്ന ഇൻകം ടാക്സിന്റെ പ്രശ്നം വരും. അത് 1 ലക്ഷത്തിന്റെ മേലെ പ്രോഫിറ്റ് വരുമ്പോഴേ വരുള്ളൂ. പ്രോഫിറ്റ് വന്നിട്ടാണല്ലോ കൊടുക്കുക, അതിൽ കുഴപ്പമില്ലല്ലോ. ഇതാണ് മ്യൂച്വൽ ഫണ്ടിന്റെ പിന്നെ ഈ മ്യൂച്വൽ ഫണ്ടുകൾ 3-4 തരമുണ്ട്. അത് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്. അതായത് ഒരു കമ്പനീന്റെ ഇതനുസരിച്ച്, ക്യാപിറ്റൽ അനുസരിച്ച് 10,000 കോടിന്റെ മേലെ ഉള്ള കമ്പനി എപ്പോഴും ലാർജ് ക്യാപ്പിലായിരിക്കും വരിക. 10,000-ന്റെ കുറവുള്ളാണെങ്കിൽ 2,000 വരെ മിഡ് ക്യാപ്പിലാണ് വരിക, 2,000-ന്റെ ചോടനിൽ സ്മോൾ ക്യാപ്പിലാണ് വരിക. പിന്നെ ഫണ്ടുകൾ പലതരം ഫണ്ടുണ്ട്. ചില ഫണ്ട് ബാങ്കിങ് ഫണ്ട് ആയിരിക്കും, അത് ബാങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടായിരിക്കും. ചിലത് ഫാർമസി ആയിരിക്കും, ചിലത് ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും. അങ്ങനെ പല ഓട്ടോ, IT അങ്ങനെ ഉള്ള ഇതുണ്ട്. ഗോൾഡിൽ വരേണ്ട മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. പിന്നെ മിക്സ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. അതിൽ മൾട്ടി ക്യാപ്പ് ഉണ്ടാവും, ലാർജ് ക്യാപ്പ് ഉണ്ടാവും, സ്മോൾ ക്യാപ്പ്, മൾട്ടി ക്യാപ്പ് ആണ്. അപ്പൊ ലാർജും സ്മോളും മിഡും ഒക്കെ ഉണ്ട്. പിന്നെ ഹൈബ്രിഡ് ഫണ്ട് ഉണ്ട്, അതിൽ ഡെപ്റ്റ് ഫണ്ട് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്. അങ്ങനെ വിവിധ തരം ഫണ്ടുകളുണ്ട്.
ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും റിസ്ക് തീരെ ഇല്ലാത്തൊരു ഫണ്ട്, അതേമാതിരി ലാഭം കുറയുകയും ചെയ്യും. കാരണം ഡെപ്റ്റ് ഫണ്ട് എപ്പോഴും കടപ്പത്രം, കമ്പനികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന കടപ്പത്രത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അത് കറക്റ്റ് ഇൻട്രസ്റ്റ് കിട്ടും. എന്നാലും നിങ്ങൾക്ക് എസ് ബിന്റെ ഇൻട്രസ്റ്റിനെക്കാട്ടി കൂടും. എസ് ബി എപ്പോഴും ഇപ്പൊ 2 to 4% ഉള്ളൂ. 4% ഞാൻ എസ് ബി അത്ര കളിക്കില്ല, ബാങ്ക് പൊതുവെ ഇല്ല. അപ്പോ അതിനെക്കാട്ടി എത്രയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് നോക്കുന്ന ആൾക്കാർക്ക് ഡെപ്റ്റ് ഫണ്ട് ആയിരിക്കും, റിസ്കും ഇല്ല, നിങ്ങളെ പൈസ പോവില്ല. കാരണം ഗവൺമെന്റ് ഫണ്ടിൽ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനിന്റെ ഫണ്ടിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുക. ഗവൺമെന്റ് ഫണ്ട്, ബോണ്ട്, ഡെബെഞ്ചറി, പിന്നെ നോൺ ബാങ്കിങ് ഫണ്ടില്, പിന്നെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അതിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക ഡെപ്റ്റ് ഫണ്ട്. അപ്പൊ അതില് റിസ്ക് കുറയും. റിസ്ക് ഉണ്ടോടത്തെ ഇഷ്ക് ഉണ്ടാവുള്ളൂ. അത്യാവശ്യം നമ്മള് റിസ്ക് എടുത്താലേ നമുക്ക് എന്തെങ്കിലും ഭാവിയിലേക്ക് കിട്ടുള്ളൂ. പിന്നെ ഫണ്ടുകൾ രണ്ട് തന്നെ ഉണ്ട്, ഗ്രോത്ത് ഓപ്ഷനും ഡിവിഡൻഡ് ഓപ്ഷനും. ഈ ഗ്രോത്ത് ഓപ്ഷൻ ആകുമ്പോൾ ഈ ഫണ്ടിന്റെ വളർച്ച അതിൽ തന്നെ യൂണിറ്റ് ആയിട്ട് വർദ്ധിച്ചു വരും. ഡിവിഡൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് മാസം 3 മാസം കൂടുമ്പോൾ ഡിവിഡൻഡ് പിടിക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അക്കൗണ്ടിലേക്ക് ഡിവിഡൻഡ് ആയിട്ട് ലാഭവിഹിതമായിട്ട് തരും. അതാകുമ്പോൾ എന്താ വെച്ചാൽ റീഇൻവെസ്റ്റ്മെന്റ് വരില്ല. അപ്പം ഫണ്ടിന്റെ ഗ്രോത്ത് കുറയും, പക്ഷെ നമ്മളെ നിത്യ ചെലവിനുള്ള പൈസ കിട്ടും. അങ്ങനെയുള്ള രണ്ട് തരം ഫണ്ടുകളുണ്ട്. അപ്പം ഇതാണ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി സമയം. പിന്നെ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് ചേരുമ്പോൾ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലൈഫിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന മാതിരി അതേമാതിരി മ്യൂച്വൽ ഫണ്ട് ചേരുമ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് വേണം ചേരാന്നുള്ള അഭിപ്രായം. ഇപ്പൊ നമ്മള് ഒരു വീടിന്റെ ആവശ്യത്തിന് എനിക്ക് 10 കൊല്ലം കഴിഞ്ഞാൽ ഒരു വീട് വേണം, അല്ലെങ്കിൽ 10-15 കൊല്ലം കഴിഞ്ഞാൽ അപ്പൊ അതിലേക്ക് ഒരു എമൗണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു കാറ് വേണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കുട്ടികളെ വിദ്യാഭ്യാസം, കല്യാണം, ഇതിനൊക്കെ അങ്ങനെ ഓരോ ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോളിലേക്ക് മാത്രമായിട്ട് അപ്പം നമുക്കത് എടുക്കാൻ തോന്നില്ല. അതിന് ആവശ്യത്തിന് നീക്കി വെച്ചാൽ ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ആ ഫിഗറും കൂടെ കിട്ടുകയും ചെയ്യും, നമ്മളെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു. ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് വിജയിച്ച കാര്യമാണ്. ഞങ്ങളോട് വെറുതെ പറയുന്നല്ലേ. ഞാനിപ്പോ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് ഈ പാസീവ് ഇൻകം, എന്റെ ആക്റ്റീവ് ഇൻകത്തിനെ കവർ ചെയ്തപ്പോൾ ഞാൻ എന്റെ ആക്റ്റീവ് പരിപാടി നിർത്തി എനിക്ക് ഇഷ്ടപ്പെട്ട ചാരിറ്റി വർക്കിലേക്ക് നീങ്ങി. കാരണം ഞാൻ ഇപ്പം നമ്മളിപ്പോ നിങ്ങളോട് പറഞ്ഞു തരുമ്പോ നമുക്കത് അനുഭവിച്ച് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് അനുഭവിച്ചാണ്. അല്ലാതെ വെറുതെ ഇതിങ്ങനെ ആവുമെന്ന് പറയല്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ചെലവ് നിങ്ങൾ എപ്പോഴും ഒരു ചെലവ് എക്സ്പെൻസ് വരുമ്പോൾ അത് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ഈ 3 കാറ്റഗറിയിലേക്ക് അതിൽ ഈ ചെലവ് ഏത് കാറ്റഗറിയിൽ വരും എന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, ചെലവാക്കുക. ഒരു സാധനം മറ്റോ കാറ് വാങ്ങിച്ചിട്ട് നമ്മളിത് കാശില്ലാതെ നമ്മൾ കാറ് വാങ്ങി ലോൺ, ഇന്നിപ്പോ കാറൊക്കെ 5,000 കൊടുത്ത ഒരു ബ്രാൻഡ് ന്യൂ കാർ കിട്ടും. പക്ഷെ കാറ് ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളെ ഒരു 10% ഡിപ്രീസിയേഷൻ അപ്പൊ പോയി. നിങ്ങൾ 50,000 രൂപ, 5 ലക്ഷത്തിന്റെ കാറാണ്, 50,000 കുറച്ചിട്ട് പിന്നെ വേറൊരാൾ എടുക്കുക. കാറ് 100 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവില്ല. അത്രയും ഷോറൂമിൽ നിന്ന് കാറ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതല്ലേ. അപ്പം അടുത്ത വീട്ടുകാരും കാറ് വാങ്ങി, എനിക്കും കാറ് വാങ്ങി. ഈ മലയാളിക്കുള്ള ഏറ്റവും വലിയ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലുന്നുണ്ട്, മലയാളി ആവശ്യമില്ലാത്ത സാധനം ഇല്ലാത്ത പൈസക്ക് കടം കൊടുത്ത് വാങ്ങിയിട്ട് ആവശ്യമില്ലാത്തവനെ കാണിക്കുന്ന ഒരു സ്വഭാവം. അതേമാതിരി അതിൽ നിന്ന് നമ്മൾ ബിമാജിക് മെമ്പർമാര് മാറുക. നമ്മളെ ആവശ്യത്തിലുള്ള സാധനം ഏത് എക്സ്പെൻസിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് നിൽക്കും. ലക്ഷറി ആണോ, നെസസിറ്റി ആണോ, എമർജൻസി ആണോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെലവ് ചെയ്യുക. എന്നാൽ ലൈഫ് വളരെ പിന്നെ പൈസ വന്നോളൂ, ലക്ഷറി ഒക്കെ തനിയെ വന്നോളൂ. നമ്മൾ ഡിസിപ്ലിൻഡ് ആകുമ്പോൾ നമുക്ക് ലക്ഷറി തനിയെ വന്നോളൂ. അത് ലക്ഷറി ആദ്യം തന്നെ പൈസ ഇല്ലാതെ ലക്ഷറിന്റെ പിന്നാലെ പോയാൽ നമ്മൾ കടം പെരുകിയിട്ട് ലൈഫിൽ ടെൻഷൻ,
ലൈഫിൽ ഇപ്പൊ ലൈഫ് സ്റ്റൈൽ രോഗത്തിൽ മെയിനായിട്ട് ഇപ്പം പറയുന്നത് ഭക്ഷണം മാത്രമല്ല, ഈ ടെൻഷൻ എന്തുകൊണ്ടാണ്? സാമ്പത്തികം തന്നെ, ഒരു സാമ്പത്തിക അതിൽ വലിയൊരു പങ്ക് വഹിക്കും. കാരണം ആവശ്യമില്ലാത്ത സാധനം വീട്ടിൽ വാങ്ങി വെച്ചിട്ട് പിന്നെ ആവശ്യമുള്ള സാധനം വിറ്റിട്ടാണ് മറ്റേ കടം തീർക്കുക. അങ്ങനത്തെ ഒരു ഇതിൽ നിന്നും നമ്മൾ മാറിയിട്ട് ഒരു ഫിനാൻഷ്യൽ, ഫിസിക്കൽ ഡിസിപ്ലിൻ, മെന്റൽ ഡിസിപ്ലിൻ എങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കണം, അതേമാതിരി തന്നെ ഫിനാൻഷ്യൽ ഡിസിപ്ലിനും വരുത്താം. ഇതാണ്. അപ്പൊ ഗോൾ ബേസ്ഡ് മ്യൂച്വൽ, എപ്പോഴും ഗോൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിൽ എൻട്രി ചെയ്യുക. ആദ്യം മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പഠിക്കുക. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഗൂഗിൾ ഫൈനാൻസ് ഉണ്ട്, പിന്നെ മണി കൺട്രോൾ, അങ്ങനെ കുറെ സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് ഏത് ബാങ്കിന്റെ, SBIന്റെ ഇന്നതിൽ ചേരണമെങ്കിൽ അതിന്റെ പെർഫോമൻസ്, എങ്ങനെയാണ് അതിന്റെ ഫണ്ട്, അതിന്റെ ഫണ്ട് മാനേജർ എത്ര കൊല്ലമായി ഇത് മാനേജ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അതിൽ നോക്കി കംപ്ലീറ്റ് റെക്കോർഡ് ട്രാൻസ്പെറന്റ് ആണ്. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഞാൻ ആർക്കും വല്ല സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇന്നെക്കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഞാൻ പറഞ്ഞുതരാം, അല്ലാത്ത ഞാൻ അറിയുന്ന ആളോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ എനിക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയും ഈ ഫൈനാൻസിനെ പറ്റിയും പറയാനുള്ളത്. എന്തെങ്കിലും തെറ്റുപറ്റിയെന്ന് ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു. Thank you so much, Bashir sir. That was a wonderful sections. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതിന്റെ ഇടപാടുകൾ, നമ്മൾ ആവശ്യമില്ലാത്ത ചെലവുകൾ എല്ലാം അറിഞ്ഞിരിക്കണം. മ്യൂച്വൽ ഫണ്ട്സിന് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, സേവിങ്സിന് നമ്മൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ സാർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാനുള്ള സെക്ഷനാണ്, ചോദിച്ചോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ റിട്ടേൺ ചെയ്യുന്നതിന് പകരം, ചാറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് വോയിസിൽ അറിയിക്കുകയാണെങ്കിൽ മച്ച് ബെറ്റർ ആയിരുന്നു. ഹലോ ബഷീർ സർ, മാജിക് മോർണിംഗ് സർ. പറഞ്ഞതെല്ലാം ക്ലിയർ ആയി. മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ, സാർ ഗോൾഡിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ മ്യൂച്വൽ ഫണ്ട് ആണോ കൂടുതൽ ബെറ്റർ? ഞാനൊരു സോവറിൻ ഗോൾഡ് എന്ന് പറഞ്ഞൊരു ബോണ്ടിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്നായിരിക്കും കിട്ടുക? ഗോൾഡിന്റെ വാല്യൂ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ ഷെയർ മാർക്കറ്റിന്റെ വളർച്ച 720x ആണ്. അതേ സമയത്ത് ഗോൾഡ് ആകെ 58 ഇരട്ടിയെ വർദ്ധിച്ചിട്ടുള്ളൂ. ഇപ്പം 79 ഗോൾഡിന് ഒരു ഗ്രാമിന് 95 റുപ്പീസ് സംതിങ്, 100 റുപ്പീസ് കൂട്ടിക്കൊള്ളി. അതേ ഗോൾഡിന് ഇന്നത്തെ ഒരു ഗ്രാമിന് 5800 ഉള്ളൂ. അന്ന് 100 റുപ്യ നിങ്ങൾ ഇൻഡെക്സ് ഫണ്ടില് BSEയിൽ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നെങ്കിൽ നിങ്ങൾക്ക് 720 ഇരട്ടി, അതായത് 72,000 അത്രയും ഇതുണ്ട്. പിന്നെ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പവന് ഗോൾഡ് ബോണ്ട് വാങ്ങട്ടെ, അതാകുമ്പോ വളരെ സുഖാണ് വിൽക്കാൻ, എളുപ്പത്തിൽ അത് ക്യാഷ്. പക്ഷെ നിങ്ങൾ വളർച്ച കൂട്ടുകയാണെങ്കിൽ ഐ പ്രിഫർ ഇക്വിറ്റി മാർക്കറ്റ്. ഓക്കെ സർ, താങ്ക് യു. വെൽക്കം. താങ്ക് യു സർ. വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇതിനകത്ത് വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ടോ? നമ്മള് ഇതിന്റെ പ്ലാൻ അനുസരിച്ചിട്ട് എങ്ങനെയാണോ? ചില ആളുകൾ ഈ 10 വർഷം കാത്തിരിക്കണം എന്നൊക്കെ പറയുന്നത്, അതിന്റെ ഒരു ചിത്രം എങ്ങനെയാന്ന് മനസ്സിലാക്കി തരുമോ? അതായത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത്, ഇപ്പൊ നമ്മളൊരു സപ്പോസ് സാറിനൊരു മോളുണ്ട്, മകളിന്ന് ഇപ്പോ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ അവളെ വിദ്യാഭ്യാസം, അവളെ ഹയർ സ്റ്റഡി അല്ല, അവളെ മാരേജ്, അതെന്തായാലും ഒരു 18-20 കൊല്ലം കഴിഞ്ഞ സാർ എക്സ്പെക്ട് ചെയ്യില്ലേ ആ എക്സ്പെൻസ്. അപ്പൊ ആ 20 കൊല്ലത്തെ കണക്കായ ഫണ്ട് ഇതിൽ ചേർന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ 20 കൊല്ലം സാറിന് അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതിയല്ലോ, അതുവരെ പൈസ ഇടുക. പക്ഷെ ഇതിങ്ങനെ ഒരു കൊല്ലം കൂടുമ്പോൾ നിങ്ങൾ മോണിറ്റർ ചെയ്യണം, ഒരു 6 മാസം കൂടുമ്പോൾ ഫണ്ടിന്റെ പോക്ക് എങ്ങനെയാണ്. 99% ഫണ്ടുകളും അവർ പറഞ്ഞ റിട്ടേൺ തരുന്നുണ്ട്. പിന്നെ ഫണ്ടില് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഫണ്ട് ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മാത്രമേ ഫണ്ടിൽ നിങ്ങൾക്ക് എക്സിറ്റ് പൈസ കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഒരു കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഫണ്ട് എപ്പോഴും മ്യൂച്വൽ ഫണ്ട് ചേരുമ്പോൾ ഗോൾ ബേസ്ഡ് ആണ് നല്ലത്.
അപ്പൊ ആ ഗോള് വരുമ്പോ ഞാനൊക്കെ അങ്ങനെ ഒരു എന്തെങ്കിലും പരിപാടി കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ സമയത്ത് ഞാൻ ആ വിഡ്രോ ചെയ്യും, അതുവരെ അതിലിടും. പിന്നെ നമുക്ക് ഇതേമാതിരി ചെറിയ ലോങ് ടേം വിഷൻ ഉണ്ടാവും, ഷോർട്ട് ടേം ഉണ്ടാവും. ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്കൊരു ടൂറ് പോകണം, ഇത്ര ഒരു ഫോറിൻ ടൂർ പോകണം, ഇത്ര വേണമെന്ന് അതിനനുസരിച്ച് ഇപ്പൊ അങ്ങനത്തെ ഫണ്ടിൽ ചെയ്യും. ആ ഫണ്ട് അതിനായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ വാഹനം വാങ്ങണം, അല്ലെങ്കിൽ കാർ അപ്ഡേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഓരോ ഫണ്ടിന്റെ അതിനാണ് ഓരോ അതിൽ ചേർന്നിട്ട് ആ ഫണ്ടിന്റെ പൈസ മെച്ചുവർ ആകണ്ട എന്റെ ടൈം, എന്റെ ഗോൾഡ് മെച്ചുവർ ആകുമ്പോ അപ്പൊ അത് വിഡ്രോ ചെയ്തിട്ട് അത് കൊടുക്കും. അത്രേ ഉള്ളൂ. നമ്മളെപ്പോഴും ലോങ് ടേം ആണ് ഇതിൽ ഏറ്റവും നല്ല ബെനിഫിറ്റ് ഉണ്ടാകുക. പിന്നെ സെക്കൻഡ്ലി ഇന്ത്യ മാർക്കറ്റ് അല്ല, അപ്പൊ ഇന്ത്യയിലെ ഇൻഡസ്ട്രി ഒക്കെ നല്ല ലോകത്തിനെ കിടപിടിക്കുന്ന ഇൻഡസ്ട്രികളാണ്. പിന്നെ രണ്ടാമത് ഇന്ത്യയാണ് ഏറ്റവും അധികം ചെറുപ്പക്കാരുള്ള രാജ്യമായിട്ട് മാറുന്നത്. അപ്പം ഭാവിക്ക് ഇന്ത്യയിലാണ്, രാഷ്ട്രീയം എന്തോ ആയാലും ഇന്ത്യക്കാണ് ഭാവിയുള്ള ഫ്യൂച്ചർ എല്ലാം കൊണ്ടും. കാരണം നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനി അതിന്റെ മേലെ വർക്ക് ചെയ്താൽ മതി. തെങ്ങ് വെച്ച് കഴിഞ്ഞ് ഇപ്പൊ തേങ്ങ എടുത്തുകൊണ്ടിരിക്കുക, തെങ്ങ് വെക്കാത്തപ്പോഴാണല്ലോ പ്രശ്നം. അതിൽ റെഗുലർലി ഡിവിഡൻഡ് വാങ്ങി പോരുന്ന പ്ലാൻ ആണോ നല്ലത്, അതല്ല അങ്ങനെ മൊത്തം ക്ലോസ് ചെയ്തെടുക്കുന്നതാണോ നല്ലത് എന്നുള്ളത്? ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് നമുക്ക് ചെലവ് അതിനെ കൊണ്ട് കഴിയേണ്ടതല്ല. നമുക്ക് വേറെ വരുമാനമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾ ഡിവിഡൻഡ് വാങ്ങുന്ന ഫണ്ടാകാം. പക്ഷെ ഗ്രോത്ത് ഫണ്ടാണ് ഏറ്റവും നല്ലത്. ഗ്രോത്ത് ഫണ്ട് ആകുമ്പോൾ നമ്മളെ ലാഭവും അതിൽ തന്നെ കിടക്കും, അതും യൂണിറ്റ് ആയിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടി പറയണേ, മന്ത്ലി നമ്മളൊരു 5,000 വെച്ചിട്ട് ഇതിനകത്ത് അടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് അടച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ നിലവിൽ അത് എനിക്ക് ഉടനെ തന്നെ എടുക്കുകയാണെങ്കിൽ എത്ര കൂടിയിട്ടുണ്ടാവും? ഒരു കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടി ചോദിക്കുന്നു. ഒരു 15, അത് SIP കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും. SIP കാൽക്കുലേറ്റർ, അതിൽ നിങ്ങളെ നിങ്ങൾ ഇടാൻ പോണ മ്യൂച്വൽ ഫണ്ട് എത്ര ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ള പെർസെന്റേജ് ഇടുക, നിങ്ങൾ എത്ര ഉദ്ദേശിക്കുന്ന കൊല്ലം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. SIP കാൽക്കുലേറ്റർ ഗൂഗിളിലുണ്ട്. SIP കാൽക്കുലേറ്ററോ? ഓക്കെ ഓക്കെ ഓക്കെ. അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എക്സ്പെക്ടഡ് ആണ്, ഇയർ എത്ര ഉള്ളത് അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും നിങ്ങളെ ഫിഗർ ഇത്ര വരുമെന്ന്. പിന്നെ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. അതിനകത്ത് എന്തെങ്കിലും നമ്മളിപ്പോ ഒരു മന്ത്ലി ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ സെലക്ട് ചെയ്തു. ഞാനും ഇങ്ങനെ അതിനകത്ത് ഡിസ്കഷൻ വന്ന സമയത്ത് ഉണ്ടായിരുന്നത് ഒരു 10 വർഷം ഡെപ്പോസിറ്റ് ചെയ്യുക, പിന്നെ ഒരു 10 വർഷം വെയിറ്റ് ചെയ്യുക. അപ്പോ പിന്നെ നമ്മളൊരു ലൈഫിൽ പ്രധാനപ്പെട്ട ഒരു സമയത്ത് ഒക്കെ അത് ഉപയോഗിക്കുക എന്നുള്ള രൂപത്തിലാണ്. ഇത് റെഗുലർലി എനിക്ക് കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡിലേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ഇതിനെ ബാധിക്കും? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും 2-3, അതായത് ഞാനിത് 10 വർഷം പിന്നെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള രൂപത്തിൽ ഒരു പ്ലാന് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നിരുന്നു ഒരാള്. 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഒരു 10 വർഷം വെയിറ്റ് ചെയ്യാന്നുള്ളത്. നമ്മളിപ്പോ നമ്മളുടെ ഒരു ഇൻകം സോഴ്സ് കണ്ടിട്ടാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്. അപ്പൊ ഏതെങ്കിലും മാസങ്ങൾ ഇടയ്ക്ക് റെഗുലർലി ഇപ്പം ഈ അടവ് തെറ്റിയാൽ ഉണ്ടാകുന്ന പ്രശ്നം പോലെ ഏതെങ്കിലും 1, 2, 3, 4 മാസങ്ങൾ എനിക്ക് അടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ എത്രത്തോളം അതിന്റെ സിസ്റ്റത്തെ ബാധിക്കും? നമുക്ക് ഭീകരമായ നഷ്ടങ്ങൾ വരുമോ അതോ? അല്ല, ആ മാസത്തെ ഡിഫറൻസ് ഉണ്ടല്ലോ. ഈ മാർക്കറ്റ് ഡെയിലി ഫ്ലക്ച്വേഷൻ മാർക്കറ്റിലാണല്ലോ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെ യൂണിറ്റിലും വരും. അത്രേ ഉള്ളൂ. അപ്പൊ അടവ് തെറ്റി. പക്ഷെ ആ ബെനിഫിറ്റ് ഓക്കെ ഓക്കെ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മാജിക് മണി. ഹലോ. കേൾക്കുന്നുണ്ട് സർ. ഓക്കെ സർ. സാറേ വളരെ നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. സൂപ്പർ. സാറേ നമ്മളെ ഡെയിലി എക്സ്പെൻസ് തരംതിരിക്കുന്ന ആപ്പിന്റെ പേര് ഒന്നുകൂടി സാർ ഒന്ന് ക്ലിയർ ചെയ്യുന്നത്? സാർ, ഡെയിലി എക്സ്പെൻസ് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്.
ഡെയിലി എക്സ്പെൻസ് അങ്ങനെ അത് തന്നെ കൊടുത്താൽ കിട്ടും. നിങ്ങൾക്ക് ഡെയിലി എക്സ്പെൻസ് എന്ന് കൊടുത്താലേ കിട്ടും. ആ ആപ്പിൽ നിങ്ങൾ 3 ഓപ്ഷൻ ഉണ്ട്: എക്സ്പെൻസ്, ഇൻകം, ട്രാൻസ്ഫർ. അതിൽ നിങ്ങള് ഡെയിലി നിങ്ങളെ വരുമാനം 1-ാം തീയതി നിങ്ങളെ വരുമാനം അതിൽ ഇതാക്കുക. എല്ലാ ദിവസവും രാത്രി നമ്മളെ എക്സ്പെൻസ് അതിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കിയാൽ അത് നിങ്ങൾ എത്ര റുപ്യന്റെ മീൻ വാങ്ങി, എത്ര റുപ്യന്റെ പച്ചക്കറി വാങ്ങി ഒക്കെ കൃത്യമായിട്ട് കിട്ടും. എല്ലാ വീട്ടിലും ഓരോ എക്സ്പെൻസും അത് ഓട്ടോമാറ്റിക്കലായിട്ട് അത് തന്നെ ഇതാക്കി കൊടുക്കും. പിന്നെ നമ്മൾ എഴുതുമ്പോൾ നമ്മളിങ്ങനെ തെരഞ്ഞെടുത്ത് എഴുതണ്ടേ, അതിന്റെ ആവശ്യം വരുന്നില്ല. ഒരു മാസം സാറ് യൂസ് ചെയ്താൽ പിന്നെ വളരെ എളുപ്പമാണ്, വളരെ കൺവീനിയന്റുമാണ്. ഓക്കെ സർ, താങ്ക് യു. വെൽക്കം. താങ്ക് യു സർ. സർ, ഡെയിലി എക്സ്പെൻസ് എന്നാണോ നമ്മുടെ ആപ്പിന്റെ നെയിം വരുന്നത്? ഡെയിലി എക്സ്പെൻസ് ഉണ്ട്, ഞാനതാ ഉപയോഗിക്കുന്നത്. പിന്നെ മണി ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിച്ചു കൊടുത്താൽ, പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുത്താൽ അതിൽ പല ടൈപ്പ് ആപ്പും ഉണ്ട്. നിങ്ങൾക്ക് സൂട്ടബിൾ ആകണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഓക്കെ സർ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഇൻഫർമേഷൻ. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ BQ 27 ആയിട്ടുണ്ട്. ഡൗട്ട്സ് ഉണ്ടോ? ഹലോ ഹലോ മോർണിംഗ് സാർ. ഗോള് സെറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലേ, അതിന് പറ്റിയ മ്യൂച്വൽ ഫണ്ട് ഏതാണ്? കുട്ടികളുടെ വിദ്യാഭ്യാസം, കല്യാണത്തിനൊക്കെ പറഞ്ഞില്ലേ? അല്ല, ഞാൻ ഗോൾ സെറ്റ് ചെയ്യാൻ നിனைக்கிறேன். ഞാനിപ്പോ കുട്ടികളുടെ കല്യാണം, നമ്മളിപ്പോ ഒരു 5 വയസ്സായ കുട്ടിയാണ് നമ്മളെത്തുള്ളത്. പെൺകുട്ടിയാണെങ്കിൽ 2022 നമ്മളപ്പോ ഒരു 17 കൊല്ലം കാണണം. അപ്പൊ അത് ഈ പറഞ്ഞ മാതിരി ഈ SIP കാൽക്കുലേറ്റർ എടുക്കുക, അതിൽ നമ്മൾ ആ എമൗണ്ട് ഇടുക. ഒരു 15% റിട്ടേൺ ഉള്ള ഒരു ഫണ്ടിൽ ഈ നമ്മൾ മന്ത്ലി ഇത്ര ഇട്ടാൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് വരും. അപ്പൊ എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഈ 15% റിട്ടേൺ കൊടുക്കുന്ന സ്റ്റേറ്റ് ബാങ്കിന്റെ ഏതെങ്കിലും ഫണ്ട് ഉണ്ടാവും, ആക്സിസ്, അത് സ്റ്റേറ്റ് ബാങ്കിന്റെ ഫണ്ടൊക്കെ അതൊക്കെ ഇപ്പൊ ഒക്കെ ഫിംഗർ ടിപ്സിലാണ്, ഒന്നും പ്രശ്നമില്ല. നമ്മള് SBIന്റെ മ്യൂച്വൽ ഫണ്ട് അടിച്ചു കൊടുത്തിരിക്കണം, അവരെല്ലാ ഫണ്ടും വരും. ആ ഓരോ ഫണ്ടിൽ അവരെത്ര റിട്ടേൺ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ നോക്കിയിട്ട് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എല്ലാ കൊല്ലവും നോക്കണം, കഴിഞ്ഞ ഒരു 6 മാസം കൂടുമ്പോൾ നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യണം. ഇവര് പറഞ്ഞമായി തരുന്നുണ്ടോന്ന്, ഇല്ലെങ്കിൽ വേറെ ഫണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. മിക്കവാറും സ്റ്റേറ്റ് ബാങ്ക് ഇതൊക്കെ HDFC, സ്റ്റേറ്റ് ബാങ്ക്, SCCI ഉണ്ട്, ആക്സിസ് ഉണ്ട്, പിന്നെ ഇങ്ങനെ നിപ്പൺ ഇന്ത്യ, പരക്ക്, ഇൻവെസ്റ്റോ, DSP, കുറെ കമ്പനികളുണ്ട്. ഈ കമ്പനി എന്ന് പറഞ്ഞിട്ട് പോലെ ഇവരത്തൊക്കെ ഫണ്ട് 20,000-30,000 കോടിന്റെ ഫണ്ടുകളാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പം നല്ല ജെന്യൂൻ കമ്പനീസ് ആണ്. എല്ലാത്തിനും സെബി റെഗുലേഷൻ ഉള്ളതുകൊണ്ട് നമ്മളെ പൈസ മുങ്ങി പോകുന്നില്ല. പിന്നെ മൊത്തത്തിൽ ഒലിക്കുമ്പോ പോവാന്നല്ലാതെ നമ്മളതായിട്ട് ഇങ്ങനെ പോവില്ല. താങ്ക് യു സർ. വെൽക്കം. ഹലോ, ആരെങ്കിലും ചോദിക്കാനുണ്ടോ ഇനി? ബഷീർ സാർ, മാജിക് മോർണിംഗ്. ഇപ്പൊ ഈ 2 ടൈപ്പ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഗ്രോത്ത്, ഡിവൈഡൻഡ് എന്ന് പറയുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞ ഇൻകം ടാക്സ് എബോവ് 1 lakh ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഓരോ ഇതിനും ടാക്സ് കൊടുക്കേണ്ടി വരാന്ന് പറഞ്ഞില്ലേ? നമ്മൾ ഈ ഗ്രോത്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ടാക്സിലെ ഒരു ഇത് കുറവ് വരുത്തുള്ളൂ, ടാക്സ് കൊടുക്കേണ്ടി വരാത്തേ വരുന്നുള്ളൂ. അല്ല, ഗ്രോത്ത് ആകുമ്പോൾ ഏതാകുമ്പോൾ നമ്മൾ പൈസ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്നതൊക്കെ നമ്മളെ പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റിന്റെ മേലെ ഇൻകം ടാക്സ് കണക്കൂട്ടിൽ എങ്ങനെയാ വെച്ചാൽ, പ്രോഫിറ്റിന്റെ മേലെ 1 yearന്റെ ഉള്ളിൽ പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ 15%, ലോങ് ടേം മീൻസ് 1 yearന്റെ മേലാണെങ്കിൽ 10% ആണ്.
അതിന് എക്സംഷൻ 1 ലക്ഷം റുപ്യ എക്സംഷൻ ഉണ്ട് ആ പ്രോഫിറ്റിന്റെ മേലെ. സപ്പോസ് 1.5 ലക്ഷം റുപ്യ പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഡിപ്പെൻസ്. 1 കൊല്ലത്തിന്റെ ഉള്ളിലാണെങ്കിൽ 50,000 നിങ്ങൾ 15% കൊടുക്കണം. 1 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ 10% കൊടുക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു, താങ്ക് യു. ബഷീർ സർ, നമുക്ക് 6:31 ആയിട്ടുണ്ട്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയി. മറ്റാർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ചോദിച്ചോളൂ. ആരെങ്കിലും ഉണ്ടോ ഇനി? എനി ഡൗട്ട്സ്? ചോദിക്കാനല്ല, ക്ലാസ് നന്നായി എന്ന് പറയാം. ക്ലാസ് വളരെ നന്നായിട്ടുണ്ട്. ഒരു 10-40 കൊല്ലായിട്ട് ഈ ഫീൽഡിൽ വളരെയധികം എക്സ്പീരിയൻസോട് കൂടിയിട്ട് കാര്യങ്ങൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പോയതിന്റെ ഒരു തലത്തിലാണ് ഇപ്പം ഈ ക്ലാസ് തന്നെ എടുക്കുന്നത്. ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യക്തമായ അനുഭവം ഉണ്ട്. ഞാനത് എക്സ്പീരിയൻസ് കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. എനിക്ക് മൂപ്പരെ ഉയർച്ചയിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ട ആളുമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100%-ലധികം വാസ്തവം തന്നെയാണ്. എത്രയോ ചെറുപ്പകാലം 10-40 കൊല്ലം മുമ്പേ ഷെയർ മാർക്കറ്റിൽ ഇറങ്ങി അതിനെപ്പറ്റി പഠിച്ച് ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്തിട്ടാണ് മ്യൂച്വൽ ഫണ്ട് പലവിധം കാര്യങ്ങളിൽ, റിയൽ എസ്റ്റേറ്റ് ആയാലും മറ്റു പല ബിസിനസ്സുകളും, ഒപ്റ്റിക്സ്, ബാഗ്, അങ്ങനെ പല കാര്യങ്ങളിലും അദ്ദേഹം വളരെയധികം എഫേർട്ട് എടുത്തിട്ടും വളരെയധികം പഠിച്ചിട്ടുമാണ്, ശ്രദ്ധിച്ചിട്ടുമാണ് ഓരോ കാര്യങ്ങളിൽ നീങ്ങിയത്. പണ്ട് കാലത്ത് പറയുകയാണെങ്കിൽ ഓരോ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഹൊറോസ്കോപ്പ് വരെ ചിലപ്പം അന്വേഷിച്ചിട്ടാണ് ഈ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഐ ആം പ്രൗഡ് ഓഫ് യു സർ. താങ്ക് യു, താങ്ക് യു. താങ്ക് യു സോ മച്ച് മണി സർ. താങ്ക് യു സോ മച്ച് ബഷീർ സർ. നെക്സ്റ്റ് ഇങ്ങനെ ഒരു സെക്ഷൻസ് നമുക്ക് ഇനിയും ഫണ്ട്സിനെ കുറിച്ചിട്ടും നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള സാമ്പത്തിക റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. സോ എൻ്റെ ഒരു സെക്ഷൻ കൂടി ഞങ്ങൾക്ക് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സെക്ഷൻ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സർ. താങ്ക് യു, താങ്ക് യു. താങ്ക് യു ഓൾ. Thank you, Mr. Sir. Thank you all. Thank you, sir.